ഹേ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മീഷോ ക്രിയേറ്റർ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, നമുക്ക് ഓട്ടോമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആൻഡ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളും ഇല്ല. അതായത് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ നമ്പർ തന്നെ ആയിരിക്കണം നമ്മൾ മീഷോയിലും കൊടുക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സെർച്ച് എന്നുള്ളടത്ത് മീഷോ ക്രിയേറ്റർ ക്ലബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ ലിങ്ക് കൊടുത്തിരിക്കുന്ന സെക്ഷനിൽ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ആയി കാണാം. അവിടെ ജോയിൻ ദി പ്രോഗ്രാം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ റിവ്യൂസ് കാണാൻ വേണ്ടി പറ്റും. മീഷോ ക്രിയേറ്റർ ക്ലബ് വഴി ഏണിങ്സ് ഉണ്ടാക്കിയവരുടെ റിവ്യൂസ് കാണാം. അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. മീഷോ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേലെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മീഷോ ക്രിയേറ്റർ ക്ലബ് ഓപ്പൺ എന്നുള്ള അവിടുത്തെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് ചിലപ്പോൾ കാണില്ല. എനിക്കിത് ഫസ്റ്റ് ടൈം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ മീഷോ ക്രിയേറ്റർ ക്ലബ് ഓപ്പൺ എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ അവിടെ അത് കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് മേലെ വെൽക്കം ക്രിയേറ്റർ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണോ കണക്ട് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് നമ്മൾ കണക്ട് ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പ്രൊഡക്ട്സ് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം കമ്മീഷൻ കിട്ടുന്നു. അഫിലിയേറ്റ് 10%, 7.5%, അങ്ങനെ ഓരോ പെർസെൻറ്റേജ് ആയിട്ട് കമ്മീഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ചില പ്രൊഡക്റ്റിൽ കമ്മീഷൻ കാണില്ല. പക്ഷെ നമുക്ക് മീഷോയിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താലും അതിൻ്റെ കമ്മീഷൻ കയറുന്നതായിരിക്കും. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെതായ പിങ്ക് കളറിൽ അഫിലിയേറ്റ് 10% എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കമ്മീഷൻ. നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് മേലെ മീഷോ ക്രിയേറ്റർ ക്ലബ്ബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നമുക്ക് കമ്മീഷൻ കയറി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പാൻ കാർഡ് നമ്പറും IFSC കോഡൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ചിലപ്പോൾ ഇത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഈ ഒരു ഓപ്ഷനും കാണില്ല. എനിക്ക് 2-3 ഡേയ്സ് എടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരിക. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് ഈ ഫസ്റ്റ് തന്നെ കമ്മീഷൻ കയറി കഴിഞ്ഞാലും 21 ഡേയ്സ് കഴിഞ്ഞാലേ അത് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിയിട്ട് അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടില്ല. ആ ഒരു എമൗണ്ട് പെൻഡിങ് കമ്മീഷൻ എന്നില്ല അവിടെ ആയിരിക്കും കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ താഴെ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര സെയിൽസ് നടന്നിട്ടുണ്ട്, നമുക്ക് അതിന് എത്ര കമ്മീഷൻ കയറിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സെയിൽസ് കിട്ടിക്കൊള്ളണം, കമ്മീഷൻ കയറിക്കൊള്ളണം എന്നില്ല. ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ 2 വീക്സോളം വീഡിയോസ് ഇട്ടിട്ടും എനിക്കതിന് 0 കമ്മീഷൻ ആയിരുന്നു. എങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. എങ്കിലേ ഇതിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഇതിന് ചെറിയൊരു എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ കുറേ റിട്ടേൺ ആയിട്ട് നമുക്ക് കുറേ കമ്മീഷൻ പോകും. ഇത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ലൊരു സെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കോമ്പറ്റീഷനാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നില്ല. ഓൺലൈനായിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ, അതും 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊരു എമൗണ്ട് കൊടുത്ത് അതിലേക്ക് ജോയിൻ ചെയ്യണം. അതുമല്ല നമ്മുടെ കയ്യിൽ അണ്ടറിൽ ഒരാൾ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ക്യാഷ് കിട്ടുള്ളൂ, അവിടെ കമ്മീഷൻ കയറുള്ളൂ. സോ ഇതാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ ആരെയും ജോയിൻ ചെയ്യിപ്പിക്കും വേണ്ട, അങ്ങോട്ടൊരു ക്യാഷ് കൊടുക്കും വേണ്ട. നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ എങ്ങനെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്നുള്ളതും ഓട്ടോമേഷൻ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാതും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.